ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 7 ഘട്ടങ്ങളിലെ ആദ്യഘട്ടം വോട്ടെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രം BJP ആദ്യം ചെയ്തു വെച്ച അജണ്ട, ഹിന്ദുത്വ അജണ്ടയും മറ്റു കാര്യങ്ങളും അവർ വിചാരിച്ച പോലെ അത്ര ക്ലച്ച് പിടിക്കുന്നില്ല എന്നാണ് ഒടുവിലത്തെ ചില റിപ്പോർട്ടുകൾ, വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത്. ഇതേക്കുറിച്ച് ഞങ്ങൾ 2-3 ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് BJPക്ക് 400 കടക്കാം എന്ന മോഹം വേണ്ട, NDA സഖ്യത്തിന് 400-ലധികം സീറ്റ് നേടാമെന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം നടപ്പിൽ വരുവാൻ സാധ്യതയില്ല. BJP തന്നെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് ചില റിപ്പോർട്ടുകൾ വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഒരു വിലയിരുത്തലാണ് ഞങ്ങൾ 2 ദിവസം മുമ്പ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ചില റിപ്പോർട്ടുകൾ അതിനെ ഞങ്ങൾ പറഞ്ഞ അഭിപ്രായത്തെ സാധൂകരിക്കുന്നതാണ്. അതായത് വടക്കേ ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലും ചില സംസ്ഥാനങ്ങളിൽ BJPക്ക് ഇത്തവണ സീറ്റുകളുടെ എണ്ണം കുറയും. അതേസമയം ചില സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റ് മുതൽ ഇങ്ങോട്ട് ചില സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കർണാടകയിലോ തെലങ്കാനയിലോ അല്ലെ ആന്ധ്രയിലൊക്കെ കുറച്ച് സീറ്റുകൾ കൂടുതലായിട്ട് BJP NDA സഖ്യം നേടാനും സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിൽ രാജ്യത്തിൻ്റെ പിക്ചർ നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ 2019 കിട്ടിയ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ 2014 കിട്ടിയ അഡ്വാൻറ്റേജ് ഹിന്ദി പശു ബെൽറ്റിൽ ഇത്തവണ BJPക്ക് കുറേശ്ശെ നഷ്ടമാവുന്നു എന്നുള്ളതാണ്. അതേസമയം മറ്റു ചില സ്ഥലങ്ങളിൽ നേട്ടവും ഉണ്ടാക്കാൻ സംസ്ഥാനങ്ങളിൽ സാധിക്കുന്നു എന്ന കാര്യം. അപ്പോൾ ഇക്കാര്യത്തിൽ ഓരോ ഇലക്ഷനിലും ഏറ്റവും വളരെ വിശദമായ ടു ദ ഫാക്റ്റ് നിഷ്പക്ഷമായ പഠനം നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ഇലക്ഷന് തൊട്ട് മുമ്പ് അവർ പ്രീ പോൾ സർവേയും ഇലക്ഷന് ശേഷം പോസ്റ്റ് പോൾ സർവേ അവർ നടത്തിയിട്ട് അവർക്ക് എവിടെയാണ് അവർക്ക് പാളിച്ച പറ്റി, എവിടെയാണ് അവർ പറഞ്ഞ് ശരിയായി എന്നുള്ള ഒരു സമർത്ഥിക്കലും അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ വിശ്വാസ്യതയുള്ള ഒരു പഠനമാണ് എല്ലാ വർഷവുമല്ല എല്ലാ പൊതു തിരഞ്ഞെടുപ്പിലും CSDS, സെന്റർ ഫോർ ദ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് CSDSും ലോകനീതി എന്ന സംഘടന പ്രസ്ഥാനവും കൂടെ ചേർന്ന് നടത്തുന്ന ഈ സർവേയിൽ എല്ലാ ഇലക്ഷന് മുമ്പും അതിനുശേഷം അവർ ചെയ്യുന്ന സർവേ വളരെ വളരെ വസ്തുതാപരമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോ സ്റ്റോറിക്ക് അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് വന്നിരിക്കുന്നു. അതായത് CSDS ചെയ്തിരിക്കുന്ന വളരെ ബൃഹത്തായ ഒരു സർവേയാണ് ചെയ്തത്. നമ്മുടെ രാജ്യത്തെ 19 സംസ്ഥാനങ്ങളിൽ 100 ലോക്സഭാ മണ്ഡലങ്ങളിൽ, രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള 19 സംസ്ഥാനങ്ങളിലെ 100 ലോക്സഭാ മണ്ഡലങ്ങളിലെ 100 അസംബ്ലി സെഗ്മെന്റ്സിലാണ് അവർ സർവേ നടത്തിയത്, വോട്ടർമാരെ കണ്ടിട്ട്. അപ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ളൊരു പിക്ചർ അതിൽ, ഒരു പനോരമ വ്യൂ അതിൽ വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താണ്? NDAക്ക് ലീഡ് ഇപ്പോഴും ഉണ്ട്, അതവർ സമർത്ഥിക്കുന്നു. അതായത് BJP നയിക്കുന്ന NDA മുന്നണിക്ക് ഇപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. പക്ഷെ അവരാദ്യം വിചാരിച്ച പോലെ ഒരു വലിയ വിക്ടറി BJP ഇത്തവണ പിന്തുണയ്ക്കുമോ സഹായിക്കുമോ എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് മേൽ 12% കംഫോർട്ടബിൾ ലീഡ് NDA സഖ്യത്തിനുണ്ട് മൊത്തത്തിൽ. പക്ഷേ അതുകൊണ്ട് മാത്രം BJPക്ക് അത്ര സന്തോഷിക്കേണ്ടി വരില്ല, അല്ലെ അത്ര ആഹ്ലാദപ്പെടാൻ കാര്യങ്ങളില്ല. കാരണം മറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങൾ എന്താണെന്നുള്ളതെടുത്ത് BJPക്ക് തലവേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന 2-3 കാര്യങ്ങൾ അയോധ്യയൊന്നുമല്ല, പ്രാണപ്രതിഷ്ഠയും രാമക്ഷേത്രമൊന്നുമല്ല. BJPയുടെ പ്രതീക്ഷ അതായിരുന്നു. അവിടെയാണ് BJPയുടെ പ്രതീക്ഷകൾ മാറി പോയി എന്ന് നമ്മൾ പറയുന്നത്. ജനങ്ങൾ ഏറ്റവും പൊറുതിമുട്ടുന്ന 2 വിഷയങ്ങളുണ്ട്. അത് വളരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങോളം ഇങ്ങോളം ഈ രാജ്യത്ത്. അത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയാണ്, അക്രോസ് ഓൾ കമ്മ്യൂണിറ്റീസ്. അതായത് വിലക്കയറ്റത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നു, ജനങ്ങൾ അത് വലിയൊരു വിഷയമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. 2, ഇതുവരെ കണ്ടെത്തലാണ് CSDSന്റെ. 2, അൺഎംപ്ലോയ്മെന്റ്. അതിൻ്റെ റേറ്റ് കമ്മ്യൂണിറ്റി വൈസ് അവരെടുത്തിരിക്കുന്നത് നോക്കിയാൽ ഈ ജോബ് ഇഷ്യൂസ്, അൺഎംപ്ലോയ്മെന്റ് പ്രശ്നങ്ങൾ, ജീവിക്കാനൊരു തൊഴിൽ കിട്ടാത്ത പ്രശ്നങ്ങൾ, മുസ്ലിങ്ങളിൽ 67% ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. OBC ഹിന്ദു, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ നമ്പർ വളരെ കൂടുതലാണ്. ഒറീസ
OBC ഹിന്ദു 63% പേര് ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ്. അതേപോലെ ST വിഭാഗം ആദിവാസി സമൂഹത്തിൽ 59% പേര് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഇനി അപ്പർ കാസ്റ്റിൽ പോലും സമുദായത്തിന്റെ തട്ടിലെ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന ഹിന്ദുസ് പോലും 57% പേര് അസംതൃപ്തരാണ്. പഠിച്ചിറങ്ങുന്നവർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ ഗുഡ് ഡെലിവറിയുടെ കാര്യത്തിൽ ഇത് വരുന്നില്ല. അതായത് അയോധ്യയിൽ രാമക്ഷേത്രം പണിതതിനെ അഭിനന്ദിക്കുന്നുണ്ട് ഹിന്ദു സമൂഹം, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അൺഎംപ്ലോയ്മെന്റും വിലക്കയറ്റവും ഇൻഫ്ലേഷൻ ഇത് തടയുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഭൂരിപക്ഷം ജനങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷെ ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിക്ക് ലീഡുണ്ട്. മോദിയെ 48% പേര് പിന്തുണയ്ക്കുന്നു വീണ്ടും പ്രധാനമന്ത്രിയായിട്ട്. രാഹുൽ ഗാന്ധിക്ക് 27% മാത്രം പിന്തുണയുള്ളൂ. അപ്പൊ ഇത് വളരെ കോംപ്ലക്സ് ഒരു സങ്കീർണമായ ഒരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, മോദിക്കെതിരെ ഉയർത്തിക്കാട്ടാൻ ഒരു ബദൽ പ്രൈം മിനിസ്റ്റീരിയൽ കാൻഡിഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ മെറ്റീരിയൽ ഇല്ല. അത് ഇന്ത്യ സഖ്യത്തെ വല്ലാണ്ട് അലട്ടുന്നുണ്ട്. രാഹുൽ ഗാന്ധി പ്രാപ്തനാണോ അല്ലയോ എന്നൊരു ചോദ്യം ജനങ്ങളുടെ മുമ്പിലുണ്ട്. മോദിക്ക് അവിടെ റേറ്റിംഗ് വളരെ കൂടുതലാണ്. മോദിക്ക് 48%, രാഹുൽ ഗാന്ധിക്ക് വെറും 27%. പിന്നെ 2019 റേറ്റിംഗ്, അപ്രൂവൽ റേറ്റിംഗും ഇപ്പോഴത്തേതുമായിട്ട് താഴേക്ക് പോയി. 2019 മോദി സർക്കാരിന് 65% അപ്രൂവൽ റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഗുഡ് ഗവേണൻസ് എന്നുള്ളൊരു റേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ അത് വെറും 57% മാത്രമാണ്. അവിടെ അത്രയും ശതമാനത്തിൻ്റെ വ്യത്യാസം കുറവ് വന്നിരിക്കുന്നു. ഇനി മറ്റു ചില കണ്ടെത്തലുകൾ ഈ സർവേയിലെ രാമരാജ്യമൊന്നും അല്ല ഇവിടുത്തെ പ്രധാന വിഷയമെന്ന് BJP ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനെ സാധൂകരിക്കുന്ന കണ്ടെത്തലുകളാണ് ഈ സർവേയിൽ വന്നിട്ടുള്ളത്. അതായത് അയോധ്യ വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല, 1. 2, ഈ സർവേയിൽ ഇന്ത്യയെ ഹിന്ദുക്കളുടെ രാജ്യമായിട്ട് കാണുന്നത് 10% ജനങ്ങൾ മാത്രമാണ്. ഈ റാൻഡം സാമ്പിളിങ്ങിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് കാണുന്നത് വെറും 10% ജനങ്ങൾ മാത്രം. അതായത് ഹിന്ദുത്വ അജണ്ട BJPയുടെ അതിന് വലിയ പിന്തുണയില്ല എന്ന വിഷയമാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ രാജ്യത്തെ 78% ജനങ്ങളും അല്ലെ 80%-ത്തിലധികം ജനങ്ങളും ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു കണ്ടെത്തൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ 2019 ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്ന വിശ്വാസ്യത ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷനെയും ജനങ്ങൾ മുൾമുനയിൽ നിർത്തുകയാണ്. വോട്ടിംഗ് യന്ത്രം BJPയെ സഹായിക്കുന്നു എന്ന വ്യാപകമായ ഒരു ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതായത് നമ്മുടെ വോട്ടിംഗ് സംവിധാനം നിഷ്പക്ഷമല്ല, നീതിപൂർവമല്ല, സ്വതന്ത്രമല്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കിടയിൽ, വോട്ടർമാർക്കിടയിൽ കൂടി വരുന്നു. അപ്പൊ 2019 കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ കമ്മീഷനിൽ 78% ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, നിഷ്പക്ഷ കമ്മീഷനാണെന്ന്. ഇപ്പം അത് വെറും 42% കുറഞ്ഞു. അത് നരേന്ദ്രമോദി സർക്കാർ അതിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇലക്ഷൻ കമ്മീഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ കൊണ്ടുവന്ന രീതികൾ, ഭരണത്തിൽ ഇരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരെ തിരികെ കയറ്റുന്ന രീതി കൊണ്ടുവന്നു. സുപ്രീം കോടതി CJയെ ഒഴിവാക്കി, പാനൽ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. വോട്ടിംഗ് മെഷീനുള്ള വിശ്വാസം അതുപോലെ ഗണ്യമായി കുറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ CSDS ആൻഡ് ലോക് നീതി സർവേയിലൂടെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷിച്ച പോലെ ഒരു നല്ല നേതാവിനെ ഉയർത്തിക്കാട്ടാൻ പറ്റുന്നില്ല മോദിക്ക് ബദലായിട്ട്. പക്ഷേ രാജ്യത്തെ പല പ്രശ്നങ്ങളും പ്രതിപക്ഷത്തെ സഹായിക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ ഇന്ത്യ സഖ്യത്തിന്, പ്രതിപക്ഷ സഖ്യത്തിന് കഴിയുന്നോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം ഈ സർവേയിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയും അപ്പോഴാണ് BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ അഡ്വാൻറ്റേജ് പറയുന്നത് വലിയ ഒരു വിജയമാണെന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 400 സീറ്റിനപ്പുറം പോകാൻ കഴിയില്ല BJPക്ക്, NDA സഖ്യത്തിന്. അതേപോലെ BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം പോലും തൊടാൻ പറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയം കൂടിക്കൂടി വരികയാണ് ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ. ഇലക്ഷൻ അടുക്കും തോറും ഈ ട്രെൻഡ് കൂടി വരാനാണ് സാധ്യത. അതായത് BJPയുടെ അഡ്വാൻറ്റേജ് അത് കുറെ കൂടെ ലോലമായിട്ട് പോകാൻ കുറയാനാണ് സാധ്യത.
നെഗറ്റീവിലേക്ക് പോയില്ലെങ്കിൽ. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് BJP വരാം. ഇനി ഒരു പക്ഷേ കേവലം ഭൂരിപക്ഷം പിടിച്ചെടുക്കാൻ സാധിച്ചെന്ന് വരാം. അതിനപ്പുറത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ 2014 19 ആ മോദി മാജിക്കൊന്നും ഇത്തവണ ഇലക്ഷനിൽ വരില്ല എന്നാണ് ഈ CSDS ലോക്നീതി സർവേ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾ 2 ദിവസം മുമ്പ് ചെയ്ത സ്റ്റോറിയുടെ ഒരു പൊതു സ്വഭാവം അത് തന്നെയായിരുന്നു. ഞങ്ങൾ വേറെ ചില മെഷർമെന്റ്സ് അളവുകോൽ വെച്ചിട്ട് നോക്കിയിട്ടാണ് നമ്മൾ കണ്ടെത്തിയത്. ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെ BJPക്ക് സീറ്റ് കുറയും. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോഴും സീറ്റ് കുറയും. കാര്യമായിട്ട് കുറയില്ലായിരിക്കാം, പക്ഷെ സീറ്റുകൾ കുറയും. രാജസ്ഥാനിൽ 25 ലോക്സഭാ സീറ്റുണ്ട്, ഹരിയാനയിൽ 10 ലോക്സഭാ സീറ്റുണ്ട്. ഈ 2 സ്റ്റേറ്റിലും 2019 മുഴുവൻ സീറ്റും BJP തൂത്തുവാരിയതാണ്. രാജസ്ഥാൻ 25, ഹരിയാന 10, 35 സീറ്റുകൾ. ഒറ്റയടിക്ക് അവിടെയാണ് നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. UPയിൽ വേണ്ടത്ര നഷ്ടം സംഭവിച്ചില്ലെങ്കിൽ. അപ്പൊ ഈ കണ്ടെത്തലുകൾ ഇതുവരെ നമ്മൾ പല ഇലക്ഷനുകളിലും പൊതു തെരഞ്ഞെടുപ്പിലും ഇവരുടെ കണ്ടെത്തലുകൾ പാളിപ്പോയിട്ടില്ല, വല്ലാണ്ട് പാളിപ്പോയിട്ടില്ല. അവർ വളരെ ഗ്രൗണ്ടിൽ പോയിട്ട് വോട്ടർമാരെ കണ്ടിട്ടാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയാൻ നമുക്ക് സാധിക്കത്തില്ല. അതാണ് അതിന്റെ വസ്തുത.